എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ആരോടും ഒരു പരിഭവം ഇല്ലാതെ നിൽക്കുന്ന എന്റെ മോളുടെ മുഖം കാണുമ്പോ ഈ ചങ്ക് പെടയ. എന്റെ കുഞ്ഞൊന്ന് പൊട്ടിക്കറിയാത്തത് ഈ അമ്മ അച്ഛന് വിഷമിക്കുമെന്ന് കരുതിയ. പയ്യ അടുത്തെനിക്ക് ഇനി എനിക്ക് ജീവിക്കണ്ട. എല്ലാം അവസാനിപ്പിക്കാൻ പോവാ ഞാൻ. എല്ലാം എനിക്കിനി വയ്യ. എനിക്കിനി വയ്യ. ഞാനിനി ജീവിക്കുന്നില്ല. എന്റെ എല്ലാ പ്രതീക്ഷകളും പോയി. എനിക്കിനി ജീവിച്ചിരിക്കണ്ട. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നീ എവിടെ പോവാ? ഞാൻ എന്റെ വീട്ടിൽ പോവാ. വീട്ടിൽ പോവാനോ? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാര്യം? എന്റെ ഭർത്താവ് മുന്നിലെ ബ്രോക്കർ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞാൻ ഒളിച്ചോടി വന്നതുകൊണ്ടാണ് ഇവിടെ ഒരാളുടെ കല്യാണത്തിന് ദോഷമായി ഭവിച്ചതെന്ന്. അല്ല, ഞാനങ്ങ് പോയേക്കാം. നിങ്ങൾ കല്യാണം നടത്തിക്കോ. ഹരിത, നീ ഭർത്താവാണ് പോലും ഭർത്താവ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ ഹരിതേ, അയാൾ ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു എന്ന് കരുതി നീ ഇങ്ങനെ ചാടിത്തുള്ളി ഇറങ്ങരുത്. നോക്ക്, അച്ഛനും അമ്മയും വളരെ സങ്കടത്തിലാ. മരുമോൾ എന്ന നിലയിൽ അവരെ ആശ്വസിപ്പിക്കേണ്ട ചുമതല നിനക്കില്ലേ? പിന്നെ ആശ്വസിപ്പിക്കാൻ പോവല്ലേ? മൂത്ത മരുമകളുണ്ടല്ലോ, അമ്മായി അമ്മയുടെ പിറകെ എന്നും നിഴല് പോലെ നടക്കുന്നവള്. അവളങ്ങ് ആശ്വസിപ്പിച്ചാ മതി. എനിക്ക് പോണം. അത്ര വാശിയാണെങ്കിൽ നീ പോക്കൂ. എങ്ങനെ പോവാൻ? നീ എന്നെ വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുപോയി വിടണം. അല്ല, അതിപ്പോ ഞാനെങ്ങനെയാ? ഒഴിയാൻ നോക്കണ്ട. മര്യാദക്ക് എന്നെ കൊണ്ടുപോയി വിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ നരകത്തിലേക്ക് വരത്തില്ല. വേറെ വഴി നോക്കിക്കോളാം. ഹരി, അയ്യോ പൊന്നെ, പെണങ്ങല്ലേ. ഞാൻ കൊണ്ടുപോയി വിടാം. അങ്ങനെ വഴിക്കുവാ. കുടുംബത്തിൽ അനിഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ശാന്തതയോടെ നേരിടുകയാണ് മുതിർന്നവർ ചെയ്യേണ്ടത്. പലഹാരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചിട്ടെന്താ കാര്യം? നമ്മൾ തളർന്നു പോയാൽ മക്കളും തളർന്നു പോയില്ലേ? ചന്ദ്രു, അച്ഛനമ്മമാരുടെ തലോടലും ചേർത്ത് നിർത്തലുമാണ് മക്കൾ ആഗ്രഹിക്കുന്നത്. അമ്മ, പെണ്ണ് കാണാൻ ആൾക്കാർ വരുന്നതും കല്യാണം മുടങ്ങിപ്പോകുന്നതും ഒക്കെ ഈ വീട്ടിൽ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല. എത്രയോ വീടുകളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്റെ കാര്യം തന്നെ അമ്മയൊന്ന് ആലോചിച്ച് നോക്കി. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മ വീട്ടുജോലികളൊക്കെ ചെയ്താ ഞങ്ങളെ വളർത്തിയത്. എനിക്ക് എത്രയോ വിവാഹാലോചനകൾ വന്നു. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എല്ലാം മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ഈ ജന്മം ഇനി വിവാഹമേ നടക്കില്ലെന്ന് ഞാൻ ചിന്തിച്ചുപോയി. അപ്പോഴാ ഇവിടുത്തെ പ്രകാശേട്ടന്റെ ആലോചന വന്നത്. കുറച്ചുനാള് കാത്തിരുന്നെങ്കിൽ എന്താ? ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മായിയച്ഛന്റെയും അമ്മായിയമ്മയുടെയും മരുമകളായിട്ട് ഈ വീട്ടിൽ കാലുകുത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ? അതുപോലെ വന്ദനയെ കെട്ടാൻ തലവരെയുള്ള യോഗ്യനായ ചെറുക്കൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. വരും, വിവാഹവും നടക്കും. അമ്മ സമാധാനിക്കേ.
ഞാൻ എന്റെ വീട്ടിൽ പോവാ. എന്താ നോക്കി നിൽക്കുന്നത്? ഹരിതയെ അനുസരിക്കേ. ഞാൻ നിന്നെ കുത്തി പറഞ്ഞതല്ല, നിനക്ക് അനുകൂലമായിട്ടാ പറഞ്ഞത്. മനോജ് വാ. മനോജ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? മനോജ് ഇപ്പൊ നമ്മുടെ ലോകത്തൊന്നും അല്ല. അതെങ്ങനെയാ ശരിയാവുന്നേ? വീട്ടുമുറ്റം വരെ വന്നിട്ട് വീടിനുള്ളിൽ കയറാതെ പോകുന്നത് മര്യാദയാണോ? കേറി വാ. ഇല്ല ഹരിതേ, അത് ശരിയാവില്ല. നീ പോയിട്ട് വാ. നിന്റെ വീട്ടുകാർക്ക് എന്നെ കാണുന്നതേ അലർജിയാ, പ്രത്യേകിച്ചും നിന്റെ അച്ഛനും. മനോജ് അച്ഛൻ പാവാ, അല്പം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. നിന്നെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല. എന്നാലും അത് ശരിയാവില്ല. നീ ഫോൺ വിളിച്ചാ മതി, അപ്പൊ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പൊ നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വരണമെന്നില്ല. അതൊന്നും സാരല്ല ഏട്ടാ. ഇത് ആരായി വന്നിരിക്കുന്നേ? ഹരിതയല്ലേ? കേറി വാ. ഏട്ടാ, ഏട്ടന് സുഖമാണോ? സുഖം. നിനക്ക് സുഖാണോന്ന് ചോദിക്കുന്നില്ല. കാര്യം നിനക്ക് സന്തോഷിക്കാൻ മാത്രം എന്താ ഉള്ളത്? ഒന്നിനും കൊള്ളാത്ത കുറെ ആളുകളുടെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുമല്ലേ നീ. നീ കയറിയിരിക്കെ, എനിക്ക് ഒന്ന് പുറത്തു പോണം. ഏട്ടാ, ഞാൻ വന്നതുകൊണ്ട് ഏട്ടൻ പുറത്തൊന്നും പോരുത്. കുറച്ചു നേരം ജോലിയെല്ലാം മാറ്റി വെച്ച് ഇവിടെ ഇരിക്കും. എപ്പോഴും വീട്ടിലുണ്ടാവാൻ നിന്റെ ഭർത്താവിനെ പോലെ വേലയും കൂലി ഇല്ലാത്തവനെ കഴിയൂ. ആണുങ്ങൾ ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്നത് പുരുഷ ലക്ഷണമല്ല. തിരക്കുള്ളൊരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. ഒഴിച്ചുകൂടാനാവാത്ത 2-3 മീറ്റിങ്ങുകളുണ്ട്. അതിലൊക്കെ ഒന്ന് തല കാണിച്ചിട്ട് നേരത്തെ എത്താം. ഓക്കെ, ഇറങ്ങാം. ബൈ. ഏട്ടന്റെ ഒരു കാര്യം. വാ മനോജ്. വരില്ല. നിന്റെ ചേട്ടൻ എന്നെ അപമാനിച്ചതും കൊച്ചാക്കിയതും നീ കണ്ടില്ലേ? കണ്ടു. ഇതിനേക്കാൾ വലിയ അപമാനങ്ങളും കൊച്ചാക്കലുകളും ഒക്കെ നിന്റെ വീട്ടിൽ എനിക്കും ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം ഞാൻ സഹിക്കുന്നതേ നിന്നെ ഓർത്തിട്ടാ. അതുപോലെ എനിക്ക് വേണ്ടി നീയും കുറെയൊക്കെ സഹിക്കണം. അതെല്ലാം ഈ ചേട്ടൻ ശരിയാക്കി തരൂ. ഇന്ന് നിന്റെ എന്തോ ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ, പോയില്ലേ? അത് മാറ്റിവെച്ചു, ചില സാങ്കേതിക കാരണങ്ങളാൽ. അല്ല, വർഷ എവിടെ? അവളുടെ ചേച്ചിയുടെ പെണ്ണുകാണൽ ചടങ്ങായിരുന്നു. ഓ, ഒരർത്ഥത്തിൽ നല്ലതാ. ഒരു തടസ്സം ഒഴിവായി കിട്ടുമല്ലോ. വർഷ വരുന്നു.
എന്തായി ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചാ? എന്താ വർഷേ? പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞ ചിക്കൻ വന്നില്ല. അവൾ ആകെ ടെൻഷനില്ല. വാടാ. അതെ, ഈ ലോകത്ത് ആദ്യമായിട്ട് പെണ്ണ് കാണൽ ചടങ്ങ് മുടങ്ങുന്ന പെണ്ണല്ല നിന്റെ ചേച്ചി. ഈ ചെക്കൻ അല്ലെങ്കിൽ മറ്റൊരു ചെക്കൻ. പറയുമ്പോ അങ്ങ് തീർന്നു ശ്യാമേ. പെണ്ണിന്റെ മനസ്സിന്റെ ആഘാതം അത് അവൾക്ക് മാത്രമേ അറിയൂ. വർഷ പറയുന്നതിലും കാര്യമുണ്ട്. എന്ത് കാര്യം? എടാ, പൊട്ടന്മാരുള്ള സമൂഹത്തിൽ ഇതൊക്കെ നടക്കും. എന്റെ കുടുംബത്തെയാണോ നീ പൊട്ടന്മാരെന്ന് ഉദ്ദേശിച്ചത്? ജാതകത്തിലും നക്ഷത്രത്തിലൊക്കെ വിശ്വാസമുള്ള ആരെയും എനിക്ക് പൊട്ടന്മാരായിട്ടേ കാണാൻ കഴിയൂ. ആദ്യം ചൊവ്വയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കണം. ഏത് ചൊവ്വ? കിടാ, ശൂന്യാകാശത്തിൽ കറങ്ങി നടക്കുന്ന ചൊവ്വയില്ലേ? ഓ ആ ചൊവ്വ. ആ ചൊവ്വയാണ് പല പെൺകുട്ടികളുടെയും ജീവിതം താറുമാറാക്കുന്നത്. നമ്മൾ ന്യൂജൻ തലമുറയെങ്കിലും ഇതിലൊന്നും വിശ്വസിക്കരുത്. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ ചൊവ്വാഗ്രഹത്തിന് പെൺകുട്ടികളോട് എന്താ ഇത്ര വൈരാഗ്യമെന്നാ? അതിന് ചേച്ചിക്ക് ചൊവ്വാദോഷമൊന്നുമില്ല. ചേച്ചിയുടെ നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾ വിവാഹം കഴിച്ചു കയറുന്ന വീട്ടിൽ ദുർമരണം സംഭവിക്കുമത്രേ. പിന്നെ ലിസൺ ഗൈസ്, ഇനി ഇവിടെ ശ്യാമും വർഷയും തമ്മിൽ ആധുനിക ശാസ്ത്രവും ജ്യോതിശാസ്ത്രവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. മതി മതി, നീ നിർത്ത്. വർഷ, ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആണൊരുത്തൻ ഒരു ദിവസം നിന്റെ ചേച്ചിയെ തേടി വരും, കല്യാണവും കഴിക്കും. നിന്റെ നാവ് പൊന്നാവട്ടെ. ഇങ്ങനെ നിന്നെ പോലെ ചിന്തിക്കുന്ന പയ്യന്മാര് കുറവാ. എന്നിട്ടും എന്റെ മനസ്സാരും തിരിച്ചറിയുന്നില്ല. അതെ അതെ, സത്യം. ആര് തിരിച്ചറിയുന്നില്ലെന്ന്? ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. നീ ബോർഡിൽ എഴുതിയിട്ട് നീ പ്രേമിക്കുന്ന പെണ്ണാരാ? അവളുടെ പേര് എനിക്ക് ഇപ്പൊ അറിയണം. നീ പറ. നീ ആരെയാടാ പ്രേമിക്കുന്നേ? അത് നീ എന്നെ അങ്ങ് കണ്ടുപിടിച്ചോ? തീർച്ചയായിട്ടും ഞാനൊരു ദിവസം കണ്ടുപിടിക്കും. അതിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് കൂട്ടിക്കോ. എടാ, നീ ഇങ്ങനെ ഓരോ കടങ്കഥകളും പറഞ്ഞ് നിന്റെ ജീവിതം തുലയ്ക്കുന്ന മട്ട. എടാ പൊട്ട, നീ സ്നേഹിക്കുന്ന പെണ്ണ് വർഷയാണെന്ന് നിനക്ക് അവളോട് തുറന്ന് പറഞ്ഞുകൂടായിരുന്ന? അതിനുള്ള ധൈര്യം എനിക്കില്ലടാ. അവളങ്ങനെ പെട്ടെന്ന് പിടിയിരുന്ന പെണ്ണൊന്നുമല്ല. ഞാനൊരു പക്ഷേ എന്റെ ഇഷ്ടം അവളോട് പറഞ്ഞ അവൾക്കതിൽ താല്പര്യമില്ലെങ്കിൽ ഒരുപക്ഷെ ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ അവൾ ഇല്ലാതാക്കി കളയും. അളിയാ, ക്ലീഷയാണെങ്കിലും ഞാനൊരു ഡയലോഗ് പറയാം. ഈ പ്രണയം എന്ന് പറയുന്നതേ നിന്നെ പോലുള്ള ഭീരുക്കൾക്ക് പറ്റിയ പണിയേ അല്ല. ഞാൻ ഭീരുവായിട്ടല്ലടാ, സമയം വരട്ടെ. അന്ന് ഞാൻ അവളുടെ മുഖത്ത് നോക്കി പറയും. നിങ്ങൾ എന്തിനോട് നിൽക്കുന്നത്? വാ വാ, ഇരിക്കും. അതൊക്കെ എന്നെ കണ്ടു പഠിക്കണം. ഒന്നിനെ മാത്രം പ്രണയിക്കാതെ എല്ലാരെയും പ്രേമിക്കണം. ഒടുവിൽ ഏതെങ്കിലും ഒന്ന് കൊത്തും, അതിനെ കെട്ടി ഞാൻ പറക്കും ദുബായിലോട്ട്. ദുബായി ഒരു പറക്കല്. മീനാക്ഷി, മീനാക്ഷി ഒന്ന് തന്നെ. ഇല്ല മാധവ, പയ്യന്റെ കൂട്ടര് വരില്ല. എന്റെ പെങ്ങൾക്ക് ജാതകദോഷം ഉണ്ടെങ്കിലേ അതിന്റെ എല്ലാ പരിഹാരങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്, അത് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് ഈ ഒരു കല്യാണാലോചനയിൽ എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. ദീമോളെ, വന്ദനാൻഡി,
എന്തൊക്കെ വിശേഷം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. പതിവില്ലാതെ ദിയമോളെയും കൂട്ടിയിട്ട് അത് ആന്റിക്കൊരു സർപ്രൈസ് ആക്കിയോട്ടെ എന്ന് കരുതിയാ. ആണോ? എന്നാ ആന്റി ശരിക്കും സർപ്രൈസ് ആയി. ആന്റി ത്രില്ല് അടിച്ചു പോയില്ലേ? മോളു അച്ഛാ മോളെ, മോൾ ആന്റിക്ക് ഒരു സർപ്രൈസ് തന്നു. അപ്പോ മോൾക്കും വേണ്ടി ആന്റിയുടെ വക ഒരു സർപ്രൈസ്. ആ മോൾക്ക് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ട ക്രാഫ്റ്റ് വർക്ക്. താങ്ക്സ് ആന്റി. സൂപ്പർ. സ്കൂളിലെ എനിക്കായിരിക്കും ക്രാഫ്റ്റ് വർക്കിന് ഫസ്റ്റ്. താങ്ക് യു ആന്റി. ക്രാഫ്റ്റ് പ്രശ്നം പരിഹരിച്ചതിന് വന്ദനയ്ക്ക് എന്റെ വക ഒരു സ്പെഷ്യൽ താങ്ക്സ്. തിരക്കിനിടയിൽ നീ മറന്നുപോയിരിക്കും. ഇന്നാണ് മോളെ ഡോക്ടറെ കാണിക്കാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്. ഓ ഓ ഗോഡ്, ഞാനത് മറന്നു. ചേട്ടൻ മറന്നാലും ഞങ്ങൾക്ക് ദിയമോളെ മറക്കാൻ പറ്റില്ലല്ലോ. മോളെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാനാ ഞാനും സാഗരേട്ടനും കൂടി വന്നത്. ഡോക്ടറെ കണ്ട ശേഷം തിരിച്ചു വരുമ്പോ ഹോട്ടലിൽ നിന്നും മോൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, പിന്നെ ഒരു സിനിമയൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് നമ്മൾ വീട്ടിലെത്തുന്നു. എന്താ ദിയമോളെ? അത് വേണ്ട. വന്ദന ആന്റിയുടെ ഒപ്പമേ ഞാൻ ഡോക്ടറെ കാണാൻ പോവുള്ളൂ. എനിക്ക് സാഗർ അങ്കിളിനെ പേടിയാ. എന്തിനാ മോൾ അങ്കിളിനെ ഇങ്ങനെ പേടിക്കുന്നേ? സാഗർ അങ്കിൾ ഒരു പഞ്ചപാവല്ലേ? സാഗർ അങ്കിളും ഈ രാഖി ആന്റിയും മോളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? എനിക്ക് രാഖി ആന്റിയും പേടിയാ. മോൾക്ക് എന്താ അസുഖം? പല്ലുവേദനയാ. എങ്ങനെ പല്ലുവേദന വരാതിരിക്കും? കൊച്ചിനെ കൊഞ്ചിക്കാനും കൊഴിക്കാനും ഓരോരുത്തരും മെനക്കെട്ട് നടക്കുകയല്ലേ. കെട്ടുകണക്കിന് ചോക്ലേറ്റും കൊടുക്കുന്നുണ്ടാവും. വന്ദന ആന്റി അല്ല എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തരുന്നത്, സാഗർ അങ്കിളാ. ദേഷ്യം തോന്നരുത് മോളെ. ചോക്ലേറ്റ് വാവിട്ട് ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കാൻ മനസ്സനുവദിക്കില്ല. അതുകൊണ്ട് വല്ലപ്പോഴും 1-2 ചോക്ലേറ്റ് കൊടുക്കാറുണ്ട്. അതും കള്ളവാച്ചാ. ഞാൻ അങ്കിളിനോട് ചോക്ലേറ്റ് ചോദിക്കാറേ ഇല്ല. അങ്കിള് വാങ്ങി തരുന്നതാ. കൊതികൊണ്ട് മോളങ്ങ് തിന്നുപോ. ഇനി മോള് ചോക്ലേറ്റ് അധികം ഒന്നും തിന്നരുത് കേട്ടോ. വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോ. എനിക്ക് വന്ദന ആന്റിയുടെ കൂടെ പോയാ മതി. പ്ലീസ് ആന്റി. എന്താ വന്ദനയ്ക്കൊരു താല്പര്യമില്ലായ്മ? ഇവിടെ ജോലി പെൻഡിങ് വെച്ചാൽ മുതലാളിക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള പേടിയാണോ? എന്നാ മുതലാളിയുടെ മുതലാളിയാ പറയുന്നേ. ദിയമോളോടൊപ്പം വന്ദനെ ഹോസ്പിറ്റലിൽ പോകുന്നു. എന്താ? പ്ലീസ് ആന്റി. ഹായ്. അച്ഛന് ഉടനെ തീർക്കേണ്ട കുറച്ച് പണികളുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നേക്കാം. ഓക്കേ? ഓക്കേ. അച്ഛൻ വരുന്നത് വരെ നമുക്ക് കടമ്പത പറഞ്ഞ് കളിക്കാം ആന്റി.